നമസ്കാരം, സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും ഒക്കെ നമുക്ക് പരിചിതനായിട്ടുള്ള നാസർ ലത്തീഫ് സാറാണ് ഇനി നമ്മുടെ അതിഥിയായിട്ട് നമ്മളെ ജോയിൻ ചെയ്യുന്നത്. ഹായ് സാർ. ഹാർട്ടി വെൽക്കം ടു സെല്ലുലോയിഡ്. സോ സാർ, ഈ ഒരു ചിത്രത്തെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഓർമ്മ ചിത്രത്തെ പറ്റിയും അതിലുള്ള സാറിന്റെ ക്യാരക്ടറിനെ പറ്റി. ഓർമ്മ ചിത്രം എന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ വിളിച്ച് ഈ കഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു നല്ല കഥയായിട്ട് തോന്നി. അതിലുപരി നല്ലൊരു കഥാപാത്രം. ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഒരു നല്ല കഥാപാത്രം ചെയ്ത ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു ആഷിഖ് വന്ന ദിവസം. അതിനകത്ത് ഐ ഗോട്ട് അബൌട്ട് 4 international awards പ്ലസ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്, ദ സ്റ്റേറ്റ് നോമിനേഷൻ ഓൾസോ. അപ്പം ദാറ്റ് വാസ് എ വെരി ഗുഡ് ക്യാരക്ടർ. അതിനുശേഷം പിന്നെ ഇങ്ങനെ നല്ല ക്യാരക്ടേഴ്സിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്നും. ആസ് എ ഈവൻ തുടങ്ങി ഇത്ര കാലഘട്ടമായെങ്കിലും സിനിമാ രംഗത്ത് ഇന്നും നല്ലൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് ഒരു കുഞ്ഞിനെ പോലെ ഒരു പുതിയൊരു കളിപ്പാട്ടം കണ്ട് അത് ആഗ്രഹിക്കുന്ന പോലെ അത്രയും മനസ്സിൽ ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡ്യൂസർ വീട്ടിൽ വന്ന് ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ കഥ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. അതിലുപരി ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ, ഹീറോയുടെ ഫാദറായിട്ട് നല്ല ഒരു ആക്ച്വലി സെൻസിറ്റീവ്, സെൻറ്റിമെൻ്റൽ, യു ക്യാൻ കോൾ ഇറ്റ് ഓൾ ഇൻക്ലൂഡഡ്. ഒരു വളരെ ഒരു നല്ലൊരു ഒരു നമ്പൂതിരിയുടെ ക്യാരക്ടറാണ്. അപ്പം ഞാൻ ആ ഒരു പൂനൂലൊക്കെ ഇട്ട് ആ ഒരു രീതിയിൽ കൂടെ വന്നപ്പോൾ ദ കൺസേൺ ഡയറക്ടർ അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമായി. പുള്ളി പറഞ്ഞ് ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ. അതൊക്കെ ആ മുഹൂർത്തങ്ങളൊക്കെ വളരെ സന്തോഷകരമായ ഒരു സമയമാണ്. കാരണം വെച്ചാൽ ഒരു ഡയറക്ടർ നമ്മൾ വന്ന് ചെയ്യുമ്പോൾ, പെർഫോം ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുക. So it was a good, നല്ല ഒരു very good communication, and the people all involved in it, they were all very sweet and nice, whether it be the hero or the heroine. എൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്ത മീര നായരാണ്. അപ്പം എല്ലാവരുമായിട്ട് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റും. നല്ല റാപ്പോ അല്ല, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. എവിടെ പോയാലും എല്ലാവരുമായിട്ട് ഒത്തുചേർന്നൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇതിൽ അങ്ങനെ ഒരു നല്ല റാപ്പോ ഉണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദ മൂവി ഹാസ് കം ഔട്ട് റീസണബിളി വെൽ. അപ്പം ഗംഭീരമാണെന്നൊന്നും ഞാൻ എൻ്റെ ഒരു സിനിമയെക്കുറിച്ചും അങ്ങനെ പറയാറില്ല. കാരണം വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യേണ്ട ഓഡിയൻസാണ് പടം എത്രത്തോളം നല്ലതാണെന്നുള്ളത്. നമ്മൾ ചെയ്തൊരു വർക്ക്, ഞാൻ എൻ്റെ ക്യാരക്ടർ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഐ ഹവ് ഡൺ ഇറ്റ്. ഹൗ ഫാർ ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് എ ഓഡിയൻസ് ടു ഡിസൈഡ്. പിന്നെ ടോട്ടാലിറ്റി ഓഫ് ദ മൂവി, ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് മൂവി. ഇറ്റ്സ് എ ഫാമിലി ഡ്രാമ വിത്ത് ലോട്ട് ഓഫ് സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ഓൾ ദറ്റ്. ഐ തിങ്ക് ഇറ്റ് ഷുഡ് ഡു വെൽ. സോ സർ, ഇപ്പം 50 years ആയി സിനിമയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടെന്ന് ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു. അപ്പം ഈ ഒരു ജേർണിയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക നമ്മളായിട്ട്. ഇറ്റ് ഹാസ് ബീൻ എ വെരി ബ്യൂട്ടിഫുൾ ജേർണി ആസ് എൻ ആക്ടർ. ഈവൻ ദോ ഞാൻ അങ്ങനെ വലിയ രീതിയിലൊന്നും വലിയൊരു അത്രയും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലാന്ന് എനിക്ക് സ്വയം അറിയാം. എങ്കിലും ഐ ആം ദേർ. ബിരിയാണിക്കൊപ്പം അച്ചാറും അല്ലെങ്കിൽ കൂട്ടുകറി എന്ന് പറയില്ലേ, അതുപോലെ ഐ ഹാവ് ബീൻ ദേർ. ഐ സ്റ്റാർട്ടഡ് ഓഫ് ഇൻ ദ ഇയർ 74-75. അപ്പോൾ ആ കാലഘട്ടത്തിൽ 8ാം ക്ലാസ്സിൽ പഠിത്തവും നിർത്തി ഇവിടുന്ന് ട്രെയിൻ കയറി മദ്രാസിലേക്ക് പോയി സ്വാമീസ് ലോഡ്ജിൽ താമസിച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരാളാണ്. ഐ കുഡ് റിയലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദാറ്റ് മൂവി. അപ്പോൾ സ്വാമീസ് ലോഡ്ജിൽ കിടന്ന് അന്ന് ആ കാലഘട്ടത്തിൽ ബഹദൂർക്ക, നെല്ലിക്കോട് ഭാസ്കരൻ, ജോസ് പ്രകാശ് സാറ് ഇവരെല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. ഒരു 17-18 വയസ്സുകാരൻ. അപ്പോൾ ഇവരൊക്കെ പറയും, എടാ നീ സ്കൂളും പഠിത്തമൊക്കെ വിട്ട് ഇവിടെ വന്ന് ഇതിന്റെ പുറകെ നടക്കുന്നതിലും പോയി പഠിക്കും. അപ്പം ഞാൻ ചോദിക്കട്ടെ, സിനിമ എന്നുള്ള ഒരു ക്രേസ് കൊണ്ട് ഇവിടെ നിന്ന് പഠിത്തമൊക്കെ നിർത്തി നാട് വിട്ട് പോയ ഒരുപാട് പേരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പോയ ഒരാളായിരുന്നു. എന്താന്ന് വെച്ചാല് ഞാൻ ട്രിവാൻഡ്രത്താണ് എൻ്റെ ഫാദറിന്റെ ഫാമിലി. ഞാൻ ജനിച്ചത് ട്രിവാൻഡ്രത്താണ്. അപ്പൊ ഞാൻ അന്ന് ഹോളി ഏഞ്ചൽസ് കോൺവെന്റിൽ പഠിക്കുക. അന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, പഴയ പട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത്. സലീം ടോക്കീസ് എന്നാണ് അതിന്റെ പേരുണ്ടായിരുന്നത്. പിന്നെ അത് പേര് മാറ്റി പട്ടം കൽപ്പന തിയേറ്റർ എന്നായി. അപ്പം ഞാൻ ഈ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒപ്പമാണ് ഞാൻ വളർന്നത്. എൻ്റെ ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് നേരെ ഓടുന്ന തിയേറ്ററിലേക്കാണ്. പിന്നെ അവിടെ പോയി അന്നൊക്കെ ഈ ഫിലിം ഇങ്ങനെ കറക്കലും സ്ലൈഡ് ഇടലും പാട്ട് വെക്കലും ഇതിനൊക്കെ ഐ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇതിനെല്ലാം പങ്കുകൊള്ളും, ഇതെല്ലാം ചെയ്യും. പിന്നെ ഒരു സിനിമ തന്നെ ഇരുന്ന് 8ഉം 10ഉം 15 തവണ കാണും, ഡയലോഗ്സ് ബൈ ഹാർട്ട് ചെയ്യും. പിന്നെ വന്ന് കുടുംബക്കാരോട് ഇരുന്ന് അവർക്കെല്ലാം ഒരു തമാശയാണ്, ഞാൻ മിമിക്രി കാണിക്കും പണ്ടത്തെ ഒരു ആക്ടേഴ്സിൻ്റെ. അപ്പോൾ അന്ന് മുതൽ മേ ബി ഫ്രം ദ ഏജ് ഓഫ് 10 the craze for film started.
സിനിമയ്ക്ക് വേണ്ടി ഒരു ഭ്രാന്ത്, ആ ഭ്രാന്ത് ഇന്നും ഉണ്ട്, ആ പാഷൻ ഫോർ മൂവീസ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സ്വാമിസ് ലോഡ്ജിൽ പോയി നിന്നതും സിനിമകൾ ചെയ്തതും കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ചെയ്തത്. ഐ വാസ് വെരി തിൻ. പിന്നെ അതിനുശേഷം ഐ ഹാഡ് ടു കം ബാക്ക് ബിക്കോസ് അതിന് അവിടെ നിന്നിട്ട് വലിയ കാര്യങ്ങൾ ഉണ്ടായില്ല. 1-2 പടങ്ങൾ ചെയ്തു, ഇല്ലാന്നില്ല. തിരിച്ചു വന്നപ്പോഴും കുടുംബക്കാർ ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടത്. അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞത് സിനിമ. അപ്പം ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ. എൻ്റെ അങ്കിളുമാര് പ്രൊഡ്യൂസേഴ്സാണ്. അതിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തി എൻ്റെ ഒരു കസിൻ, എൻ്റെ മദറിൻ്റെ കസിൻ ബ്രദറാണ് ചെമ്മീൻ ചെയ്ത ബാബു സേട്ട്, ചെമ്മീൻ ബാബു. പിന്നെ വേറെ അങ്കിളുമാരാണ് കലാലയ ഫിലിംസ്. അവർ ചെയ്ത പടങ്ങളാണ് ജലകന്യക, ഡോക്ടർ, വിലക്കപ്പെട്ട ബന്ധങ്ങൾ, മാണിക്യക്കൊട്ടാരം, ഇങ്ങനെ ഇഷ്ടംപോലെ പടങ്ങൾ, മനസ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ അവർക്കൊരു ഓഫീസുണ്ടായി കണച്ചായി ലോഡ്ജിൽ. അപ്പം പത്മയുടെ ബാക്കിൽ, ഇന്ന് എറണാകുളം പത്മ തിയേറ്ററിന്റെ ബാക്കിൽ. അപ്പോൾ അവിടെ ഞാനും പോയി ഒരു ടേബിളും ചെയറും ഒക്കെ ഇട്ട് NL ഇന്റർനാഷണൽ മൂവീസ്, അതായത് എൻ്റെ പേര് നാസർ ലത്തീഫ്, NL ഇന്റർനാഷണൽ മൂവീസ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് പടം എടുത്തത് തുലാഭാരം. ഹരിപോത്തനം പോയി കണ്ട് തുലാഭാരം എടുത്തുകൊണ്ട് വന്നു. തുലാഭാരത്തിൻ്റെ ഇത് ചെയ്തു, ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. കൂട്ടത്തിൽ കുറേ ഇംഗ്ലീഷ് പടങ്ങൾ ചെയ്തു. അപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഡിന്നി ഫിലിംസ്. അതിൻ്റെ മാനേജറാണ് ജൂബിലി ജോയ്. ജൂബിലി ഫിലിംസ് ന്യൂ ഡൽഹിയൊക്കെ ചെയ്ത് ഇത്രയും വലിയൊരു പ്രൊഡ്യൂസർ. അന്ന് അയാൾ അവിടെ ഡിന്നി ഫിലിംസിലെ മാനേജറാണ്. അന്ന് ഫസ്റ്റ് പുള്ളി എടുക്കുന്ന പടം ആട്ടക്കലാശം. അതെടുത്ത് 2 ദിവസം ആയപ്പോൾ തന്നെ പടം വലിയ സക്സസ്. എല്ലാ കളക്ഷൻ ഇല്ല. എന്നോട് ഓടി വന്ന് ഇന്ന് ഞാൻ ഓർക്കുന്നു, നാസറേ പോയി എല്ലാം. അന്ന് പുള്ളി അത്രത്തോളം ബാധ്യതകൾ കടമെടുത്തിട്ടാണ് ചെയ്തത്. പക്ഷേ ഞാൻ ജോയ് ലെറ്റ്സ് സീ, വെയിറ്റ് നമുക്ക് നോക്കാം. പക്ഷെ ആ പടം ഉള്ളിൽ വിൻഡ് ഔട്ട് ടു ബി എ ബിഗ് ഹിറ്റ്. 3-ാമത്തെ ദിവസം മുതൽ കളക്ഷൻ അങ്ങോട്ട് ജസ്റ്റ് കയറി. പിന്നെ ജോയ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. സർ, ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടപ്പോൾ ഇപ്പം എൻ്റെ ജനറേഷൻ ഞങ്ങൾക്കൊക്കെ അത് കണ്ടിട്ടാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം, അതായത് അന്നത്തെ കാലഘട്ടത്തെ പറ്റിയിട്ടൊക്കെ. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, അവിടെ വന്നിട്ട് വിജയിച്ചു പോയ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് അവിടെ വന്നിട്ട് സിനിമ സ്വപ്നം കണ്ടിരുന്നിട്ട് ജീവിതം തന്നെ നശിച്ചു പോയ കുറെ ആൾക്കാരുണ്ട്. സർ, അപ്പൊ അങ്ങനത്തെ ലൈഫ്സ് ഒക്കെ നേരിട്ട് കണ്ടിട്ടുള്ള സ്റ്റോറി അന്നത്തെ കാലത്ത് നിന്ന് അങ്ങനെ വന്ന ആരെങ്കിലും യു ഡോണ്ട് നോ, ഇപ്പൊ അദ്ദേഹം എവിടെയാന്ന് പോലും അറിയില്ല, അങ്ങനത്തെ അത് നമ്മൾ അങ്ങനെ എടുത്ത് പറയുന്ന ഇറ്റ് വിൽ ബി ആൻ ഇൻസൾട്ട് ഫോർ ആൻ ആർട്ട് or an artist. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വിജയം കണ്ടിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് മമ്മൂക്കയും ലാലും ഒന്നും വന്നിട്ടില്ല ഫീൽഡിൽ. അതിനുശേഷമാണ് അവര് വന്നത്. അവരുടെ ഗ്രോത്ത് ഒക്കെ ഇപ്പൊ കണ്ട ഒരാളല്ലേ? പിന്നെ തീർച്ചയായിട്ടും മമ്മൂക്കയുടെ ഒക്കെ ഗ്രോത്ത് ഞാൻ കണ്ടേക്കുന്നതാണ്, ലാലിന്റെ ഗ്രോത്തും കണ്ടേക്കുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പം നിങ്ങളൊക്കെ സിനിമയിൽ ഇത്രയും നാളായിട്ട് നിൽക്കുന്നതാണ്, ഇവർക്ക് ആ ഒരു ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലല്ലേ ഉള്ളൂ ഇത്രയും നാളായിട്ടും ഇൻഡസ്ട്രിയിൽ തന്നെ ദ കിങ്സ് എന്നറിയപ്പെടുന്ന രീതിയിൽ 2 പേര് ഇന്നും മലയാളം സിനിമയുടെ 2 പില്ലേഴ്സ് ആണ്. ഒരു സമയത്ത് നസീർ സാറും മധു സാറും നിന്നിരുന്ന പോലെ ആ 2 വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മുടെ എന്തൊരു കാര്യത്തിനും അവർ വേണം. നമ്മുടെ ഒരു അമ്മ എന്ന അസോസിയേഷൻ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകണമെങ്കിൽ ആ തലപ്പത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് മമ്മൂക്ക അല്ലെങ്കിൽ ലാൽ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു അസോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആൻഡ് they were really talented as well as lucky also. അത് പറയാമെങ്കിൽ അവർ വന്ന കാലഘട്ടത്തിൽ അവർക്ക് ചെയ്യാനുള്ള നല്ല നല്ല സിനിമകൾ, നല്ല നല്ല ഡയറക്ടേഴ്സ്, നല്ല നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, MT വാസുദേവൻ നായർ, പത്മരാജൻ, ഭരതൻ, IV ശശി, ഹരിഹരൻ, ഇങ്ങനെ വേണ്ട എല്ലാം സൂപ്പർ ടാലന്റഡ് ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ആയിരുന്നു. ആൻഡ് ദേ ഗോട്ട് ഓൾ ഗുഡ് മീറ്റി റോൾസ്, നല്ല നല്ല കഥാപാത്രങ്ങൾ. അത് അവർ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് മെയ്ഡ് ദം. ഇപ്പം ഞാൻ പറയും, ഇപ്പം നമ്മളൊരു ഇപ്പം മമ്മൂക്ക തന്നെ നല്ലൊരു സുന്ദരനാണ്. അദ്ദേഹം വെറുതെ ഇങ്ങനെ ഒരു മമ്മൂട്ടി എന്ന് പറഞ്ഞ് നടന്നാൽ പീപ്പിൾ ലുക്ക് അറ്റ് ഹിം ആൻഡ് സേ അല്ലാണ്ട്. പക്ഷേ ടുഡേ ദ പോപ്പുലാരിറ്റി വാട്ട് ഈസ് ഗെറ്റിംഗ്, വാട്ട് ലാൽ ഈസ് ഗെറ്റിംഗ്, അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവരെ കഥാപാത്രങ്ങളാണ് അവരാക്കി മാറ്റിയത്. ശരിയാണ്. നമ്മുടെ കിരീടത്തിലെ സേതുവിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇന്നും സംസാരിക്കുന്നുണ്ട്. ക്ലാസിക് അല്ലേ, അതൊക്കെ ക്ലാസിക് ആണ്. തിലകേട്ടനെ മറക്കാൻ പറ്റുമോ, ലാലിനെ മറക്കാൻ പറ്റുമോ, സിനിമ മറക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ, ഈ വക സിനിമകൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇറ്റ്സ് അൺഫർഗറ്റബിൾ. ദേ ആർ ഓൾ പാർട്ട് ഓഫ് ദി ഹിസ്റ്ററി. അങ്ങനെ നോക്കട്ടെ, ഇപ്പൊ തിലകൻ സാറിന്റെ പേരൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സിനിമയിൽ സംഭവിച്ച നികത്താൻ പറ്റാത്ത നഷ്ടങ്ങളും കണ്ടിട്ടുള്ള ഒരു ആളാണ് സാർ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പൊ സുകുമാരി ചേച്ചിയെ പോലെ, KPC ലളിതാമേനെ പോലെ, ഇപ്പം എന്താ പറയാ ഇന്നസെന്റ് സാറിനെ പോലെ, അവർക്ക് റിപ്ലേസ് ചെയ്യാൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മുരളി, NF വർഗീസ് എന്ന് വേണ്ട എത്ര
നല്ല നല്ല നടന്മാർ നമുക്ക് നഷ്ടപ്പെട്ടു. സത്യം. അതിന്റെയൊക്കെ ഒരു റീപ്ലേസ്മെന്റ് ഏതെങ്കിലും ഒരു നോ വൺ ക്യാൻ റീപ്ലേസ് ദം. അവരുടെ ടാലൻസ് അത് വേറൊരു രീതിയായിരുന്നു. ഇന്ന് ചിലപ്പോൾ അതിലും നല്ല ടാലൻസ് വരാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര, ഒരു വ്യക്തിത്വം, ദാറ്റ് നോബഡി ക്യാൻ. ഒരാൾക്ക് മമ്മൂട്ടി ആവാൻ പറ്റില്ല, ഒരാൾക്ക് ലാലാവാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് എല്ലാവർക്കും അവരൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ആ ഇൻഡിവിജ്വാലിറ്റിയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരാളായി മാറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും അവരവരുടെ ഒരു വ്യക്തിത്വമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ആ ഒരു റീപ്ലേസിങ്ങിന്റെ കാര്യം ഇപ്പം സാറ് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇന്ത്യൻ 2 നെടുമുടി വേണു സാറിന്റെ കഥാപാത്രം അത് അദ്ദേഹം തന്നെ ചെയ്യാനായിട്ട് AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അല്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിനെ അവിടെ നമ്മളൊന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യായിരുന്നു. അപ്പം ഐ വാസ് തിങ്കിങ് അബൌട്ട് ദ സിഗ്നേച്ചർ ദാറ്റ് ദ മാൻ ഹാവ് ലെഫ്റ്റ് ഇൻ ദിസ് വേൾഡ്. Absolutely. Hats off to such actors. അതിൽ ഏതൊരു ലാംഗ്വേജ് എടുത്താലും മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഫോർ ടാലൻസ് ദേ ആർ റിയലി അപ്ഹെൽഡ്. ഒരു വലിയ നിലയുണ്ട് നമുക്ക്. മലയാളം സിനിമ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെടുത്ത് പോയാലും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമ്മുടെ ആർട്ടിസ്റ്റുകൾ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ഇവരെല്ലാവരെയും അത്രത്തോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഷാറുഖ് ഖാൻ ഇവിടെ വന്നപ്പം പ്രോഗ്രാമിന് കാല് തൊട്ടില്ലേ? അതൊരു ഷോ ഓഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ദേ റെസ്പെക്ട് the talent. They have proved themselves. Sir, I would say that you are very lucky because ഈ ഇപ്പോൾ ഉള്ള ജനറേഷൻ്റെ കൂടെയും ഇപ്പം ഈ പറഞ്ഞ ക്ലാസിക് കൾട്ട് ഗോൾഡൻ എറയുടെ കൂടെയും വർക്ക് ചെയ്യാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരു ആർട്ടിസ്റ്റ് ആണ് സർ. തീർച്ചയായിട്ടും ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഈവൻ ദോ ഐ സ്റ്റിൽ സേ ദാറ്റ് ഐ ഹാവൻ റീച്ച്ഡ് എനിവെയർ. എത്തേണ്ട അടുത്തേക്ക് ഞാൻ എത്തിയിട്ടില്ല ഇന്നും. ഐ എം സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു. ഇന്നും ഞാനൊരു നല്ല ഒരു ക്യാരക്ടർ ചെയ്ത് നല്ലൊരു രീതിയിൽ എന്നെ ആൾക്കാർ അറിയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹിച്ച് ഇന്നും ജീവിക്കുന്ന ആളാണ്. ഞാനത് വെറുതെ വന്നിട്ട് ഞാൻ വലിയവനാണെന്ന് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദിസ് നോൺസെൻസ്. എനിക്ക് കഴിവുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആര് വിളമ്പി തരും എന്നുള്ളതാണ്. അങ്ങനെ സ്വയം വിളമ്പി തിന്നതാണ് ആഷിക്ക് വന്ന ദിവസം. പ്രിയാമണിയൊക്കെ അഭിനയിച്ച നല്ല ഗുഡ് റോൾ ഷീ ഡിഡ്. മൂവി ഹാഡ് കം ഔട്ട് വെൽ. സാമ്പത്തികമായിട്ട് വലിയൊരു വിജയം അല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ആവറേജ്. ഞാനിപ്പോൾ ഒരു പടം നമ്മൾ കുറച്ചുപേര് കൂടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ഹിന്ദി മൂവി. ബിക്കോസ് ഐ എം വെരി ഫ്ലുവൻറ്റ് വിത്ത് ദ ലാംഗ്വേജ്. പടത്തിന്റെ പേര് കച്ചുവ എന്നാണ്. കച്ചുവ മീൻസ് ടേർട്ടിൽ. അപ്പം അത് നമ്മൾ ഉപ്ല എന്ന് പറഞ്ഞ അടുത്ത് വെച്ച് കാസർഗോഡിൻ്റെ അടുത്ത് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ മൂവി ബൈ എൻഡ് ഓഫ് ഓഗസ്റ്റ്. സരീന വഹാബ് ഉണ്ട്, ഗരീമ അഗർവാൾ ഉണ്ട്. ഐ ആം പ്ലേയിങ് ദ ടൈറ്റിൽ ക്യാരക്ടർ ഓഫ് കച്ചുവ. അപ്പം അങ്ങനെ ഒരു വലിയൊരു ത്രില്ലിലാണ് ഇപ്പം. ഓക്കെ. അപ്പം സാർ മേ ബി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ സാറിനെ പോലുള്ള ഒരാളുടെ അടുത്തേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതായത് ഐ നോ ഇറ്റ്സ് എ ക്ലീഷേ ക്വസ്റ്റ്യൻ, പക്ഷെ ഇത് ആൻസർ ചെയ്യാനായിട്ട് യു മൈറ്റ് ബി വൺ അമംഗ് ദ പെർഫെക്റ്റ് പേഴ്സൺ. അതായത് ഇറ്റ്സ് അബൌട്ട് ദ ജനറേഷൻ ഡിഫറൻസ്. ഇന്നത്തെ ടാലൻസും അന്നത്തെ ടാലൻസും എന്തായാലും ടെക്നോളജി വൈസും അല്ലാതെ അപ്ഡേഷൻസും ഒക്കെ രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ ഒരു ബേസിക് മോട്ടിവേഷൻ ടു വർക്ക് അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് ടു സിനിമ അതിലെന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഇല്ല, അത് അന്നത്തെ കാലത്ത് പഴയ കാലത്ത് they were more dedicated, honest, sincere. അതുകൊണ്ട് ഇന്നത്തെ ആൾക്കാർ എല്ലാം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു വേറൊരു ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് ജേർണി ഓൾ ടുഗദർ. അന്ന് ആ കാലഘട്ടത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഷോട്ട് കഴിഞ്ഞാൽ നേരെ പോയി കാരവാനകത്ത് കയറിയിരിക്കല്, ഇങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഉണ്ടായില്ല. നസീർ സാർ അടക്കം ഒന്നുമില്ല. എല്ലാവരും വരും, ഒരു ഹോൾ ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് ചേറിട്ടുണ്ടാവും, ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് മൂവ് ചെയ്യും, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു യൂണിറ്റി വാസ് ദെയർ. വലിയവൻ ചെറിയവൻ എന്നുള്ള ഇല്ല. പക്ഷെ ഇന്ന് ആ ഒരു കൾട്ടൊക്കെ മാറിയിട്ട് പിന്നെ ഇന്നത്തെ എന്താണെന്നറിയോ, അന്നത്തെ കാലത്തൊക്കെ വലിയ വലിയ സിനിമകൾ ചെയ്ത് വിജയിച്ച വലിയ വലിയ മനുഷ്യർ, നസീർ സാറിനെ ഒന്നും ലോകം മറക്കാൻ പറ്റില്ല. അത്രയും മഹാനായ ഒരു മനുഷ്യനായിരുന്നു. ഇത്രയും ആൾക്കാരെ സഹായിച്ചും സ്നേഹിച്ചും ഇത്രയും നല്ലൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹമായോട്ടെ, ഇന്ന് മധുസാറുണ്ട്, മധുസാറും അതുപോലെ തന്നെ. ഇവരെല്ലാവരും ഉണ്ടല്ലോ ഒരു അപ്രോച്ച് ഭയങ്കരമായിരുന്നു അവരോട്. മധുസാറിനൊക്കെ ഇന്ന് നമ്മൾ പോയിരുന്നാൽ നമുക്ക് വി കൻ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത്. പക്ഷെ ഇന്ന് അതല്ല, അതിനുള്ള സമയമില്ല. ഒരു 2 പടം സക്സസ് ആയാൽ തന്നെ 4 കൊമ്പങ്ങൾ മുളയ്ക്കും. 2 അല്ല 4 കൊമ്പുള്ളവരുമുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ. അവരാണ് വലിയവരെന്ന് വിചാരിക്കുന്നവരുണ്ട്. അന്നൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സോ ഇന്നത്തെ ജനറേഷൻ പഴയ ആൾക്കാരെ കണ്ട് പഠിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ആസ് എ ഹ്യൂമൻ ആർട്ടിസ്റ്റ്, എല്ലാ ആർട്ടിസ്റ്റും മനുഷ്യർ തന്നെയാണല്ലോ. വി ആർ ഹ്യൂമൻ ബീങ്സ് ഫസ്റ്റ്, ദെൻ ആക്ടേഴ്സ്. യു ആർ ബിഗ് ഇൻ യുവർ ചെയർ, ഐ ആം ബിഗ് ഇൻ മൈൻ. ഞാനിവിടെ ഇരുന്നൊന്ന് നിഴഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. യു വിൽ നോട്ട് മൈൻഡ്.
അല്ലേ? എന്തിനാ? അപ്പോൾ അതുകൊണ്ടിട്ട് വിനയമായി പോയാൽ എല്ലാവരും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. അതിനൊക്കെ വലിയൊരു ഉദാഹരണമാണ് തമിഴ് സിനിമ. രജനീകാന്ത് ആവട്ടെ, അജിത്ത് ആവട്ടെ, അജിത്തിനോടൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നെ അറിന്താൽ എന്ന സിനിമയിൽ ഞാൻ അനുക്ഷ ഷെട്ടിയുടെ ഫാദറായിട്ട് അഭിനയിച്ചു, മറ്റേ ഗൗതം മേനോൻ ഡയറക്ട് ചെയ്ത്. അപ്പോൾ അന്നൊക്കെ എനിക്ക് ചില ഇൻസിഡൻസ് ഓർമ്മയുണ്ട്. ഹൗ ഡൗൺ ടു എർത്ത് ദേ ആർ. അവർ കണ്ടുപിടിക്കേണ്ടതുണ്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. സർ, അതേപോലെ തന്നെ ഇന്ന് ഒരു ആക്ടർ ഒരു സിനിമ കമ്മിറ്റി ആണെങ്കിൽ ഒരു വർഷത്തിന്റെ പകുതി ദിവസമൊക്കെ അല്ലെങ്കിൽ ഇത്ര ഇയേഴ്സ് ഒക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റ് ചെയ്തങ്ങ് വെക്കും. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അറ്റ് എ ടൈം ഇവര് 4-5 സിനിമകൾ ഓടി നടന്ന് അഭിനയിക്കുന്നുണ്ട്. അന്ന് 5 സിനിമയും 10 സിനിമയും അഭിനയിച്ചാലും എന്താ കിട്ടുന്നത്? ഇത്രയേ ഉള്ളൂ. അന്നൊക്കെ ശമ്പളക്കാരായിരുന്നു. അന്നൊക്കെ കുഞ്ചാക്കോ ബോബൻ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പലവരും, സുബ്രഹ്മണ്യം, ഇവരെല്ലാവരും അറിയപ്പെടുന്ന മുതലാളി എന്ന് പറഞ്ഞിട്ടാണ്. മുതലാളി, ഇവർക്ക് മുതലാളിയായിട്ട് അറിയപ്പെടുന്ന അവരൊക്കെ ഈ മിക്ക ആക്ടേഴ്സിനും, ഇപ്പം നസീർ സാറും അങ്ങനെയുള്ള മധു സാറും അങ്ങനെ കുറച്ച് പേരെ മാറ്റിയെടുത്ത ബാക്കി എല്ലാം ശമ്പളത്തിലായിരുന്നു. ശമ്പളം, മാസ ശമ്പളമായിരുന്നു അവർക്ക്. അങ്ങനെയുള്ള കുറേയധികം ആർട്ടിസ്റ്റുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് പടങ്ങൾ ചെയ്താലേ പൈസ അവർക്ക് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഒരു സിനിമ ചെയ്താൽ കോടികളല്ലേ. ഒരു സിനിമ ചെയ്താൽ മതി, നല്ലൊരു വലിയ ക്യാരക്ടർ. ഒരു 5 സിനിമ 6 സിനിമ ചെയ്യുന്നതിൻ്റെ ഫണ്ട് അവർ പറയുന്നു, ഇത്രയും തന്നാൽ വി വിൽ ഡു ദിസ്. That is what it's all money concerned. സർ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, അന്നൊക്കെ ഒരു മെയിൻ ഹീറോ അല്ലെങ്കിൽ ഒരു മെയിൻ ഹീറോയിനൊക്കെ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് എത്ര ലക്ഷം രൂപയ്ക്കൊക്കെ ആയിരുന്നു? അന്നൊക്കെ ലക്ഷങ്ങളൊന്നും ഇല്ലല്ലോ. അന്ന് പറഞ്ഞു വരുമ്പോൾ നസീർ സാറ് എൻ്റെ ഓർമ്മ പറയാമെങ്കിൽ ഏറ്റവും അധികം മേടിച്ച് 1 ലക്ഷം രൂപയാണെന്നാണ്. അന്ന് 1000-നും ലക്ഷത്തിനും ഒക്കെ വിലയുണ്ടായിരുന്നല്ലോ. ഇന്ന് 1000-നും 1-നും വിലയില്ല. ഇവൻ ഞാനൊക്കെ ഓർക്കാമെങ്കിൽ എനിക്കൊക്കെ തുടക്കത്തിൽ കിട്ടിയ 250 രൂപ. 250 രൂപ. അതുപോലെ പല പല ഇന്ന് വലിയ പഴയതായിട്ട് നിൽക്കുന്ന പലവർക്കും അന്നൊക്കെ 500 രൂപ, 300 രൂപ, 1000 രൂപ. പക്ഷെ ആ 200, 300, 500-നൊക്കെ വിലയുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ പോയി ഒരു സർബത്ത് കുടിക്കുന്നത് വെള്ളം ഇട്ടിട്ടാണെങ്കിൽ 5 പൈസ, സോഡ ഇട്ടിട്ടാണെങ്കിൽ 10 പൈസ. അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാത്തിൻ്റെയും കോസ്റ്റ്. കോസ്റ്റ് ഹാസ് ഗോൺ അപ്പ് സോ മച്ച്. So 50 years in cinema, we know that you're a wonderful actor. But apart from this, sir, trying to be a wonderful actor. Okay. So apart from this, എന്താണ് sir എന്നറിയാനായിട്ട് നമുക്ക് എന്ത് ഇല്ല എന്ന് ചോദിച്ചാലും നന്നായിരിക്കും. കാര്യം വെച്ചാൽ ജീവിതത്തിൽ ഇത്രയും കാലം കൊണ്ട് എല്ലാം കണ്ടിട്ടുണ്ട്. പല ബിസിനസ് അറ്റംപ്റ്റ്സും നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫിലിം ഡിസ്ട്രിബ്യൂഷൻ മുതൽ പിന്നെ അതിനുശേഷം ഐ സ്റ്റാർട്ടഡ് എ ഷോപ്പ് കോൾഡ് സുനൈന. അന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഷോപ്പ്. ഇന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാത്തവരില്ല. അന്ന് സുനൈന എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടായിരുന്നു, റെഡിമെയ്ഡ് ഷോപ്പ്. അന്ന് ആ കാലഘട്ടത്തിൽ മമ്മൂക്ക, ലാല്, ബാലേന്ദ്ര മേനോൻ, ദേ ആർ ഓൾ ഗുഡ് കസ്റ്റമേഴ്സ് ഓഫ് ദാറ്റ് ഷോപ്പ്. അപ്പോൾ റെഡിമെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കുറച്ച് റിയൽ എസ്റ്റേറ്റിൽ പോയിട്ടുണ്ട്, കുറച്ച് ഷെയർ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ഇപ്പം ഫൈനലി വി റൺ എ സ്കൂൾ കോൾഡ് ജംഗൽ ബുക്ക്. എൻ്റെ വീട് കത്തിരിക്കടവിലാണ്. മൈ വൈഫ് റൺസ് എ ബ്യൂട്ടിഫുൾ സ്കൂൾ കോൾഡ് ജംഗൽ ബുക്ക് ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ. കുറച്ച് വിശാലമായ സ്കൂളാണ്. ദാറ്റ്സ് ഡൂയിങ് ക്വൈറ്റ് വെൽ നൗ. പിന്നെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വലിയ പണത്തിനോട് ആർത്തിയൊന്നുമില്ല. ഐ വോണ്ട് ടു ലീഡ് എ ഡീസൻറ്റ് ലൈഫ്. എന്നും കൈ ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെ ആവരുതെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ ഐ ഗോട്ട് 4 children. They're all married, but then I never ask them for anything. Still I give them pocket money from my hand. അപ്പോൾ അങ്ങനെ പോകണം. പിന്നെ വലിയ ആഗ്രഹങ്ങളൊന്നും. എൻ്റെ സിനിമാ രംഗത്തുള്ള എൻ്റെ ചില യങ്സ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, ഇക്കാ എന്താണ് ഒരു BMW, ഒരു ബെൻസ് ഒക്കെ മേടിക്ക്, വന്നിറങ്ങുമ്പോൾ ഒരു വെയിറ്റ് അല്ലേ. അപ്പം ഞാൻ പറയും, മക്കളെ എൻ്റെ വെയിറ്റ് 74 കിലോ ആണ്. ഇത് ലാസ്റ്റ് 20 വർഷമായിട്ട് ഐ ആം ട്രൈങ് ടു മെയിൻറ്റെയിൻ ദാറ്റ്. ആ വെയിറ്റ് കൂട്ടണ്ട എനിക്ക്. ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. ഫൈനലി ഓൾ സെഡ് ആൻഡ് ഡൺ, people should talk good about you when you are alive and when you are dead. That's all. Yes. What you can take back. അതെ. ഇപ്പൊ മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും പാൻ ഇന്ത്യൻ ലെവലില്, നാഷണൽ ലെവലിൽ ഫേമസ് ആകുന്നുണ്ട്, ചർച്ചയാകപ്പെടുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി മലയാളത്തിന്റെ ഒരു ഗോൾഡൻ എറയിലേക്ക് നമ്മൾ തിരിച്ചു വന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടോ സർ? അത് ഒരു തെറ്റിദ്ധാരണയാണ്. കാര്യം വെച്ചാൽ ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന സിനിമകളിൽ
ഒരു 10 സിനിമയോ അല്ലെങ്കിൽ ഒരു 15 സിനിമയോ മാത്രമേ സക്സസ് ആവുന്നുള്ളൂ. ബാക്കിയൊക്കെ ജസ്റ്റ് ബ്രേക്ക് ഈവൻ ഓർ ഈവൻ പീപ്പിൾ ലൂസ് മണി. അപ്പൊ ഗോൾഡൻ എറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗോൾഡൻ എറ പറയാൻ കാര്യം എന്താണ്? ഈ ഇടയ്ക്ക് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ബ്രഹ്മയുഗം, ഇങ്ങനെയുള്ള കുറച്ച് പടങ്ങൾ കോടികൾ കളക്ട് ചെയ്തു, ഇല്ലാന്നില്ല. ബട്ട് വേർ ആർ ദ അതേഴ്സ്? മറ്റുള്ള സിനിമകൾ എവിടെ? നമ്മൾ വെറുതെ 3, 4, 5, 6 സിനിമയെ കുറിച്ചല്ലല്ലോ പറയുന്നത്. ദ ടോട്ടൽ ഇൻഡസ്ട്രി ഷുഡ് സർവൈവ്. അത് സർവൈവ് ചെയ്യണമെങ്കിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കണം. പിന്നെ എന്നെ പോലെ ആർട്ടിസ്റ്റ്, ഞാൻ എന്നെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നു, പണം കുറച്ച് മേടിക്കണം, ആർത്തി പാടില്ല, സിനിമയെ സ്നേഹിച്ച് ജീവിക്കണം. ഇത് എന്തിനാണ് ഇത്രയധികം പണം മനുഷ്യന്? ഇല്ല, ഞാൻ ചോദിക്കാൻ, ഇത്രയധികം ഐ ലീവ് എ ഡീസൻറ്റ് ലൈഫ്, ഐ നോ ഹൗ മച്ച് മണി യു നീഡ് ഫോർ എ ലിവിങ്. അതിലുപരി എന്തുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് നെസസറി. ഞാനിപ്പം വലിയ ഭർത്താവിനെ പറഞ്ഞു, എൻ്റെ അടുത്ത് കൂടുതൽ പണമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ല പാവപ്പെട്ടവർക്കൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കും, വീട് പണിത് കൊടുക്കും. അതൊക്കെ ഞാൻ എൻ്റെ ഒരു ദാറ്റ് ഗീവ്സ് മീ എ ലോട്ട് ഓഫ് ഇന്നർ പ്ലഷർ. എൻ്റെ കാരണവന്മാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കുറേയധികം നന്മകൾ ചെയ്തു. ആ നന്മ കൊണ്ട് മനസ്സമാധാനവും സന്തോഷവും കിട്ടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് ഗുണങ്ങൾ കിട്ടുന്നു. സോ അതെ, ഒരു ബി എ നൈസ് ഹ്യൂമൻ ബീങ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട്. Anyway, thank you so much, sir. It was really wonderful talking to you. Anyway. Nice talking to you too. Thank you so much. I vibe well with youngsters. സത്യമാട്ടോ, നമ്മുടെ വൈബാണ് സർ. അതെ അതെ അതെ. Maybe I don't know, my inner way I am still at 16. Yes, you are very young. I blocked myself at 16. Yes. അടിപൊളി. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് സർ. And wish you all the best. God bless you. Thank you so much. Okay, nice meeting you. സോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is Meenakshi Sudhir signing off from Celluloid. See you.